ജൂലൈ 5 ബഷീർ ദിനം. സാധാരണക്കാരന്റെ ഭാഷയിൽ കഥകൾ എഴുതി വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതാനും കൃതികളും അതിലെ പ്രധാന കഥാപാത്രങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. പ്രേമലേഖനം. ബഷീറിന്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം. 1942 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന അവസരത്തിലായിരുന്നു ബഷീർ ഇത് രചിച്ചത്. കേശവൻ നായരും സാറാമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഹാസ്യമായ ഒരു പ്രേമകഥയാണ് ഇത്. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവലും പ്രേമലേഖനം തന്നെയാണ്. ബഷീറിന്റെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് ബാല്യകാലസഖി. മജീദും സുഹറയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ ബാല്യം, പ്രണയം, വിരഹം, വേദന എന്നിവയെല്ലാം ഇതിലെ കഥാസന്ദർഭങ്ങളാണ്. ബാല്യകാലസഖിയിലെ പ്രശസ്തമായ വാക്കുകളാണ് ഒന്നും ഒന്നും ഇമ്മിനി വലിയ ഒന്ന് എന്നത്. പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് പാത്തുമ്മയുടെ ആട്. 1959 ബഷീർ ഇത് പ്രസിദ്ധീകരിച്ചത്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടി ബഷീർ ഇതിനെ നൽകിയിട്ടുണ്ട്. ബഷീർ തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ രചിച്ച കുടുംബ നോവലാണ് പാത്തുമ്മയുടെ ആട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി.